നമുക്ക് പണിക്ക് പോകണം, ആ പണിക്ക് പോകണം, പൈസ വീട്ടിൽ കൊടുക്കണം, എന്നാൽ വണ്ടി പണി വേണം, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്ത്, എന്നാൽ പ്രാരാബ്ധം വേറൊരു ഭാഗത്ത്, രണ്ട് ഭാഗത്ത് കാണാൻ ഈ ഒരു ലുക്കിന് കിട്ടാൻ വേണ്ടാടാ ഷർട്ട് ഒരു RX നിർത്തിയിട്ട് പോയത് ഒരു വടക്കേശാൻ്റെ അവിടെ ഉള്ള കടയില്ല, തൃശ്ശൂരുള്ള കടയിൽ ഈ കീച്ചയും മേടിച്ചത് വരെ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. കാരണം പോക്കറ്റുമ്പോൾ ഞാൻ ആദ്യം കീച്ചയും ഇതിന് ഉള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ചെറിയ കഥ എന്ന് വെച്ചാൽ ഒരു 16-15 വയസ്സുള്ളൊരു പയ്യന് RX പഠിക്കേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ കൃഷ്ണദാസ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടീനെ കുറിച്ച് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, പിന്നെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ അതിനൊക്കെ മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനലാണ് മറക്കണ്ട, അവരുടെ ലൈക്ക് കൂട്ടാണോ, ലൈക്ക് ഇടിച്ചു പിടിച്ചേക്ക്, സബ്സ്ക്രൈബ് ആണവർ തല്ല് പിടിച്ചേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടീനെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഒരു മരത്തിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വണ്ടി അത് എടുക്കാറില്ല, ഇപ്പോൾ സത്യം പറയാ. എൻ്റെ വണ്ടി ഓട്ടം കുറച്ച് കുറവാണ്, അപ്പോൾ വണ്ടി അത് ഞാൻ എടുക്കാറില്ല. അപ്പോൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, ഈ ഒരു ഹൈറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. തുരുമ്പ് കയറിയുണ്ട്, മഴക്കാലമായതുകൊണ്ട് ഇത് കഴുകി പോവും, അല്ലെങ്കിൽ ബ്ലാക്ക് പെയിൻ്റ് അടിക്കേണ്ടി വരും. ഇത് 3 ഇഞ്ചിൻ്റെ ഹൈറ്റ് കട്ടാണ്. ഹൈറ്റ് കട്ട് ചെയ്ത് നോക്കണം, ഇത് മേടിക്കാൻ കിട്ടും. സ്പ്ലെൻഡറിൻ്റെ ഒക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ യമഹ ക്രക്സിൻ്റെ ഞാൻ പണിയിപ്പിച്ചതാണ് വണ്ടിയുടെ ഈ സ്റ്റമ്പ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അളവെടുത്തിട്ട് സ്റ്റമ്പ് വെച്ച് കൊടുത്തിട്ട് അളവെടുത്തിട്ടാണ് പണിയിപ്പിച്ചത്. സ്പ്ലെൻഡറിൻ്റെ ഒക്കെ കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടത്തെ ത്രെഡ് കാണുന്ന ത്രെഡ് അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ക്രക്സിൻ്റെ നമ്മൾ പണിയിപ്പിച്ചു വന്നിട്ട് ഇതിന് 1100 രൂപയായി. 3 ഇഞ്ച് ഹൈറ്റ് കൂടണമുണ്ട്. 1 ഇഞ്ച് 2 ഇഞ്ച് ഹൈറ്റ് കൂടണൊക്കെ റേറ്റ് കുറവുണ്ടാവും. ഞാൻ 3 ഇഞ്ച് കയറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു RX മൺഗാർഡ് വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വെച്ചു. പിന്നെ ഇതൊക്കെ വെക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെ വണ്ടി നിർത്തിയിടുമ്പോൾ ഉണ്ടല്ലേ, ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ഇരുന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലേ, ഈ ഒരു ലുക്കിന് കിട്ടാൻ വേണ്ടാടാ ഷർട്ട് ഒരു RX നിർത്തിയിട്ട് പോലെ. ഈ പെയിൻറ്റ് കൂടി വേറെ വല്ലത് അടിക്കുകയാണെങ്കിൽ RX ആയി. പിന്നെ നമ്മൾ വേറെ കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു സീറ്റ് കണ്ടില്ലേ, ഷോഗൻ്റെ സീറ്റ് വെച്ചിട്ടുള്ളത്. ഷോഗൻ്റെ സീറ്റ് കട്ട് ചെയ്ത് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ ആ ഒരു കട്ടിങ് ഒക്കെ കണ്ടില്ലേ, സ്പോഞ്ച് നമ്മുടെ തൃശ്ശൂർ ഉള്ള ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചെയ്തത്. ഒരു വടക്കേശാൻ്റെ അവിടെ ഉള്ള കടയില്ല, തൃശ്ശൂരുള്ളതൊക്കെ അറിയുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചെയ്തു, ബെൽറ്റൊക്കെ അടിപ്പിച്ച് ഒരു RXൻ്റെ ലുക്കാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. മൺകാടൊക്കെ ബാക്കിലത്തെ മൺകാടൊക്കെ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും ആഗ്രഹിച്ച് അവർ ചെയ്ത കേട്ടോ. ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഷ് കാർഡ് വെച്ചു, പിന്നെ SD വീലിട്ടുണ്ട്, ആദ്യം ഷോക്ക് മാറ്റിയിട്ടുണ്ട്, അണ്ടർബെല്ല് വെച്ചു, ഹാൻഡിൽ മാറ്റി, അങ്ങനെല്ലാം ഓരോ ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയത്. ഒരു കാറ് എന്തെങ്കിലും പൊക്കോട്ടെ. പിന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് മുന്നേ തന്നെ. പിന്നെ ടയർ സൈസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്നിരിക്കുന്നത് കാണുമ്പോൾ കറക്റ്റൊരു RXൻ്റെ ലുക്ക്. പിന്നെ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിക്കൊണ്ടില്ല, ഫ്രണ്ടിൻ്റെ ഹൈറ്റ് കണ്ടില്ല, നല്ല മാതിരി ഹൈറ്റ് കൂടിയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഹൈറ്റ് കൂടിയുണ്ട്. ഒരു പയ്യൻ വരുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ. വേറെ ഇത്രയൊക്കെ തന്നെ വണ്ടിയിൽ മെയിൻ അടിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അവർ പോയി. ഒരു ചമ്മലേക്ക് എല്ലാവരും വരുന്നത്. അപ്പോൾ ഏതൊരു മരത്തിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് ഇതൊക്കെ ചെയ്തൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സത്യം പറയുക, ഒരു ചെറുപ്പത്തിൽ ഒരു 2 മിനിറ്റ് ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. ചെറിയ കഥ എന്ന് വെച്ചാൽ ഒരു 16-15 വയസ്സുള്ളൊരു പയ്യന് RX പഠിക്കാൻ തോന്നി. അന്ന് അവന് ജോലിക്ക് പോകാൻ പറ്റില്ല, കാരണം പഠിക്കാൻ പോണ സമയമാണ്. പിന്നെ ജോലിക്ക് പോയാലും പൈസ നമുക്ക് എടുത്ത് സേവിങ്സ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കൊടുക്കണം, പകുതി പൈസ വീട്ടിൽ കൊടുക്കണം. പണിക്ക് പോകണമെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാകുന്നില്ല, നമ്മൾ പൈസ വീട്ടിൽ കൊടുക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവൻ ഈ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട്, എന്താ പറയുക, വണ്ടി മേടിക്കണം, RX എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മനസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവന് ഈ വണ്ടി കിട്ടി. എന്ന് വെച്ചാൽ നമ്മുടെ ഈ Yamaha Crux കുറേ ആൾക്കാർ പോകണോണ്ട് മര്യാദയ്ക്ക് വീടെടുക്കാൻ പറ്റില്ല, പിന്നെ ആൾക്കാർ വരണ്ടേ. അപ്പം ഒരു പറയുമ്പോൾ ഒരു ഫുള്ളായിട്ട് പറയുമ്പോൾ ഒരു ഇതിൽ അത് പോട്ടെ. അപ്പോൾ കഥയിലേക്ക് വരാം. RX പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇടയിൽ പണിക്ക് പോകണ്ടായിരുന്നു, പക്ഷേ ആ പൈസ വീട്ടിൽ കൊടുക്കും വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കണ സമയത്താണ് വലിയച്ഛൻ്റെ വണ്ടി, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വണ്ടി എനിക്ക് കിട്ടുന്നത്. കാരണം
ഞാൻ ആദ്യമായിട്ട് ഓടിക്കാൻ പഠിച്ച വണ്ടി തന്നെ കേട്ടോ. ഇത് ഓടിക്കാൻ പഠിക്കുക തന്നെയാണ് എല്ലാ വണ്ടി ഞാൻ ഓടിക്കാൻ പഠിച്ചത്. കാരണം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ ഓടിക്കാൻ പഠിച്ചിട്ടുള്ളത് വണ്ടി. ഡ്രൈവിങ്ങിന് വേണമെങ്കിൽ പഠിച്ചിട്ടുള്ളതെന്നല്ല. അപ്പോൾ മുതലിനെ നമ്മളെടുത്ത് വീടിൻ്റെ മുറ്റത്ത് ഓടിക്കാൻ പഠിച്ചു. അന്ന് അവിടെ ഇരിക്കുമ്പോൾ വലിയച്ഛൻ്റെ വീടിൻ്റെ പരിപാടിക്ക് ഒരു ഉണ്ണിയുടെ നൂലുകെട്ടിനോ എന്തിനോ പോയപ്പോഴാണ് ഈ വണ്ടി അവിടെ കണ്ടത് ഞാൻ. കാരണം വലിയച്ഛൻ ഓടിക്കാണ്ട് കൊടുത്തോക്കായിരുന്നു ചേട്ടനെ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ, എന്താ പറയുക, മഴയൊക്കെ പെയ്യുന്ന സൈഡിലിരിക്കണ്ടായിരുന്നു, ടെറസിൻ്റെ സൈഡിൽ. മഴയൊക്കെ നനഞ്ഞ് ആകെ വണ്ടി നനഞ്ഞ് കോളായിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ അത് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു പിന്നെ വണ്ടി എൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നീ ഓടിച്ചോണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓടിക്കാൻ അറിയില്ല, ഓടിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഓടിക്കാൻ പഠിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. വണ്ടിയൊക്കെ അപ്പോൾ ചളിയൊക്കെ പിടിച്ച് അവിടെ മഴയത്ത് സൈഡിൽ ചാരി വെച്ചൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല വണ്ടി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ഫസ്റ്റ് റീലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധനം പറഞ്ഞാൽ അന്ന് തന്നെ വണ്ടി കൊണ്ടുപോയി ഞാൻ. അത് ഓടിക്കാൻ അറിയുന്നില്ല. അന്ന് വണ്ടി കൊണ്ടുപോയിട്ട് ഷെഡിൽ വെച്ചു. ഷെഡിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വലിയ ഓടിച്ചു കൊണ്ടു വെച്ചു. അപ്പോൾ എന്താ പറയുക, അന്ന് രാത്രിയൊക്കെ വണ്ടി വന്ന് നോക്കുക, ഈശ്വര എനിക്ക് വണ്ടി കിട്ടി, ഞാൻ ഓടിക്കാൻ പഠിക്കണ്ടേ, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വപ്നങ്ങൾ. കാരണം ആദ്യം കിട്ടിയ വണ്ടി എന്ന് വെച്ചാൽ ചെറിയൊരു വണ്ടിയാണ്. ആദ്യം പൾസറും കാര്യങ്ങളും സക്കറൻസ് വണ്ടിയൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഈ വണ്ടി കിട്ടിയത് വേറെ വണ്ടിക്ക് മേടിക്കായിരുന്നതിനും കൂടി ഈ വണ്ടി കിട്ടിയത് എനിക്ക്. അപ്പോൾ ഒന്നും നോക്കിയില്ല, സാധനത്തിന് എടുത്തു കൊണ്ട് അവിടെ വെച്ചിട്ട് ഒരുപാട് എന്താ പറയുക വണ്ടി എടുത്ത് വെക്കലും സ്നേഹം കൊണ്ട് വണ്ടിയുടെ തൊടലും വണ്ടി നോക്കലും കയറിയിരിക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി ഈ വണ്ടിയുമേ. എന്നിട്ട് അവസാനം എന്തുണ്ടായി, അവസാനം വണ്ടിയിൽ പെട്രോളൊക്കെ ഒഴിച്ച് ഞാൻ മുറ്റത്ത് ഓടിക്കാൻ പഠിച്ചു തുടങ്ങി. ഓടിക്കാൻ പഠിച്ചിട്ട് ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചു തുടങ്ങി. സത്യം പറയിച്ച വണ്ടി അങ്ങോട്ട് എടുത്ത് ഓടിക്കുക, മുറ്റത്ത് ഓടിക്കുക, പെട്രോൾ ഒഴിച്ച് ഓടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ. അപ്പോൾ എന്നിട്ടാണ് ലൈസൻസ് എടുക്കാൻ ആളൊക്കെ പോയത്. അപ്പോൾ ഒരുപാട് കണക്ഷനാണ് അന്ന്. അത് അല്ല ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടനായിരുന്നു, ആ നൂലുകെട്ടനാന്ന് ചേട്ടനായിരുന്നു. ഈ വണ്ടി എനിക്ക് കയറി ഇത് RX-ൻ്റെ ലുക്ക് ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അന്ന് ഈ വണ്ടിയുടെ ബാക്കൊന്നും ഇതുപോലെ ആയിരുന്നില്ല ചേട്ടാ. അത് പറഞ്ഞു ഇതാ RX എന്നിട്ട് ഇത് കമ്പയർ ചെയ്യില്ലേ പറഞ്ഞ ആൾ. ഓ ശരിയാ, ആ ബാക്കൊന്നും RX അല്ല, ഞാൻ ഫ്രണ്ട് മാത്രമാണ് കേട്ടോ പറഞ്ഞത് RX ആണ്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു, വണ്ടി RX പോലെ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അന്ന് പൈസ ഇല്ല, കാരണം ആഗ്രഹങ്ങൾ വലുതാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, പതുക്കെ ഓരോന്നും പണിതു. ഈ വണ്ടിയിൽ ഈ കീച്ചയും മേടിച്ചത് വരെ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. കാരണം പോക്കറ്റ് ഞാൻ ആത്തിerne കീച്ചയും ഇതിന് ഒരു ആഗ്രഹമുണ്ട്. കാരണം ഓരോന്നും ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ഓരോ മിററും ഓരോന്നിനും ഓരോ കഥ പറയാണ്ടാവും. കാരണം മേടിക്കണ ദിവസം അവരോട് ആലോചിക്കും എന്താ മേടിക്കുക അങ്ങനെ. കാരണം ഒറ്റയടിക്ക് പണിയാനും പറ്റില്ല, നമുക്ക് ജോലിക്ക് പോകണം, ജോലിക്ക് പോയ പൈസ കൊണ്ട് മുഴുവൻ വണ്ടി പണിയാൻ പറ്റും, അതും പറ്റില്ല. പകുതി പൈസ വീട്ടിൽ കൊടുക്കണം, അങ്ങനെ ഒരുപാട്. പക്ഷേ ആഗ്രഹങ്ങളും ഉണ്ട്. വേറെ വണ്ടി മേടിക്കാന്നൊക്കെ ആഗ്രഹമില്ല, EMI വീട്ടിൽ ലോൺ എടുത്ത് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കും, ഇപ്പോൾ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ വണ്ടി പണിത പൈസയൊക്കെ വേണമെങ്കിൽ ഒരു പൾസറോ അല്ലെങ്കിൽ ഒരു NS ഒരു ഡ്യൂക്കോ എന്തെങ്കിലും എടുക്കാമായിരുന്നു. എനിക്ക് 100% ഉറപ്പായിരുന്നു. 30-40-45,000 ഉണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കായിരുന്നു. അത്രയും വണ്ടിക്ക് പണിത് അത്രയും പൈസ ആയിട്ടില്ല, എന്നാലും കൂടി മേടിക്കാമായിരുന്നു. പക്ഷേ ഞാൻ മേടിച്ചില്ല. ഇപ്പോഴും പിന്നെ ഈ വണ്ടി പണിയാൻ കാരണം വെച്ചാൽ ഇത് നല്ല മൈലേജ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും പോവാം, മോണോ റോഡ് ഓഫ് റോഡ് എങ്ങനെ വേണമെങ്കിലും പോവാം, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. ഇനി സ്റ്റിൽ ഇപ്പോഴും ഞാൻ കൊടുക്കില്ല വണ്ടി, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. എന്താ പറയുക, എത്ര വലിയ വണ്ടി നമ്മുടെ ജീവിതത്തിൽ വന്നാലും ചില ആൾക്കാർക്ക് ഉണ്ടാവില്ലേ, ആദ്യം പഠിച്ച വണ്ടി, അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ആണ് ഇതിന്. കാരണം വലിയ ലുക്കില്ല, വലിയ പവറില്ല, പക്ഷേ എന്തൊക്കെയാണിത്. കാരണം അത് എന്താ പറയുക, ഇത് ഈ വികാരമൊക്കെ മനസ്സിലാക്കാൻ അങ്ങനെ പറയും. കാരണം അത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം EMI ഇട്ട് വണ്ടി മേടിച്ചു, അല്ലെങ്കിൽ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ പൈസ മേടിച്ചു, അവർക്കൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ഒരു വണ്ടി ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അതിന്മേൽ ഓരോന്നും ആഗ്രഹിച്ചാൽ ചെയ്തതാണ് ഓരോന്നും. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ വണ്ടി ഒന്നും ഉണ്ടാവും എൻ്റെ കൂടെ. ഇനി എനിക്കറിയില്ല, വണ്ടി പരമാവധി ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല. കാരണം ഇതിന്നാണ് ഞാൻ എല്ലാ വണ്ടി ഓടിക്കാൻ പഠിച്ചതൊക്കെ. ഈ വണ്ടി കെട്ടിയ പിന്നെയാണ് ഈ വണ്ടിക്ക് എന്തോ, കാരണം സ്പ്ലെൻഡർ RX ഉള്ള സമയത്ത് ക്രക്സിനൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ കാരണം ഈ വണ്ടിയിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ വണ്ടീനെ ഒരിക്കലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും വില കൊടുത്താലും വലിയ പൈസ ഒന്നും കിട്ടില്ല. പക്ഷേ എന്തിനാ കൊടുക്കണം, അത് വീട്ടിലിരുന്നോട്ടെ. ഇത് പരമാവധിക്ക് പിന്നെ വണ്ടി ഇങ്ങനെ ചളിയാക്കാനൊന്നും ഇഷ്ടമല്ല. എപ്പോഴും വണ്ടി ഇങ്ങനെ ക്ലീൻ എൻ്റെ വണ്ടിയുടെ വീലൊക്കെ ഉണ്ടില്ലേ, 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ വണ്ടിയുടെ ടെസ്റ്റ് ആട്ടാ, നിങ്ങൾ ആലോചിച്ച് വേണം. പക്ഷേ വണ്ടി ഇപ്പോഴും പുത്താൻ പോലെ കൊണ്ട് എടുക്കും. പിന്നെ മോട്ടോമാക്സിൻ്റെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് വണ്ടി ഫുൾ ഇവിടെ ചെറിയ ഇളക്കം കാണൊക്കെ ഉണ്ട്, അതൊഴിച്ച് ബാക്കിയൊക്കെ പക്കയാണ്. ആൾക്കാരെ ശല്യം കൊള്ളും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വണ്ടി. ഇത് ചെയ്യാൻ എനിക്ക് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായെന്ന് വെച്ചാൽ 1100 രൂപ. പിന്നെ മൺകാടിന് കറക്റ്റ് 500 300 രൂപയ്ക്കാണ് കിട്ടി, പട്ടാളം നിർത്തുക കൂട്ടുകാരുമായി എടുത്തുക. അപ്പോൾ അങ്ങനെ
പിന്നെ ഒരുപാട് പേര് ക്രക്സ് പണിയണം, നല്ല രീതിയിൽ പണിയണം എന്നൊക്കെ ഒരുപാട് പേര് അറിയണമെന്ന് വേണ്ടി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വണ്ടീനെ കുറിച്ച് എന്താ പറയുക, വണ്ടി പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പണിയാം. അതിപ്പോൾ നല്ല വർക്ക്ഷോപ്പ് കിട്ടണമെന്നൊന്നുമില്ല. എനിക്കും വർക്ക്ഷോപ്പ് നല്ലത് കിട്ടിയിട്ടൊന്നുമില്ല. നമ്മൾക്ക് നല്ല വർക്ക്ഷോപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറയാലോ. നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുക, വണ്ടി പണിയുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കും പറ്റും. നല്ല വർക്ക്ഷോപ്പുകാർ ഒരുപാട് പേര് പറയും അത് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ചെയ്യുക, പറ്റുന്ന ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുക വണ്ടി. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം, വർക്ക്ഷോപ്പുകാരുടെ പോയി പണിയിപ്പിക്കുക. എൻ്റെ വണ്ടിയിൽ പല വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വലിയ പണി ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് പേര് അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ലിമിറ്റ് നമുക്കറിയാം. അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇടയിൽ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പണിക്ക് പോകണം, ആ പണിക്ക് പോകണ പൈസ വീട്ടിൽ കൊടുക്കണം, എന്നാൽ വണ്ടി പണി വേണം. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്ത്, എന്നാൽ പ്രാരാബ്ധം വേറൊരു ഭാഗത്ത്, രണ്ട് ഭാഗത്ത് നിൽക്കണ സമയത്ത് ഏത് ഭാഗത്തേക്ക് നമ്മൾ തിരിയുക, നമുക്ക് രണ്ടും വേണേനും. അപ്പോൾ നമ്മൾ അങ്ങനെ പണിതിട്ടുള്ള വണ്ടിയാണിത്. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും പറ്റുന്ന രീതിയിലൊക്കെ പണിയും, വേറെ വണ്ടി മേടിക്കണം ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയുണ്ട്. അതൊക്കെ നമ്മൾ ഇനി ചെയ്യും. അത് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട, ലൈക്കോട്ടുണ്ടാവും, ഇടിച്ചു പൊട്ടിച്ചേക്കുക, സബ്സ്ക്രൈബ് തല്ലി പിടിച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചക്കൻ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. ഒരുപാട് വണ്ടി വേറെ ഞാൻ റിയാക്ഷൻസ് വീഡിയോസൊക്കെയാണ് ഒരുപാട് ഞാൻ ചെയ്യാറുള്ളത്. ഒരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ പിന്നെ നമ്മുടെ വണ്ടീനെ കുറിച്ച് എടുത്തു കൊണ്ടു കുറച്ചൊരു വർത്തമാനം പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വെറുതെ വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ അങ്ങനെ നോക്കൂട്ടാ. റോഡിലൊക്കെ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടാകണം. ശരിക്കും ഇങ്ങനെ നിർത്തിയിട്ട് നമ്മളെ കണ്ടില്ലേ, ഈ തൊറ്റൊക്കെ ഭംഗിയ. വലിയ വണ്ടിയൊന്നുമല്ല ഈ വണ്ടി. ഇത് മറ്റേ KTM കുറിച്ച് BS3 RS3 കുറിച്ചൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ വണ്ടി കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ അതിന് റെഡി ടു റേസ് ആണ്. പക്ഷേ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേര് പറയാനുള്ളൂ. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ട് എനിക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അതിനൊരു പേരേക്ക് പറയാനുള്ളൂ. അത് വണ്ടി ഭ്രാന്താണ്. ഏതെങ്കിലും വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെടാനൊക്കെ ഭേദം എല്ലാ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഏത് വണ്ടിക്ക് അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ ഓരോ ഭംഗിയാണ്. എനിക്ക് അങ്ങനെ ആസ്വദിക്കുന്ന ആളാണ്. ഏത് വണ്ടിക്കായാലും നോക്കിക്കോ, അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ ഏതെങ്കിലും നല്ല രീതിയിൽ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതിൻ്റെ പേര് വണ്ടി ഭ്രാന്താണ്. കാരണം പൈസ ഇല്ല എന്നാൽ വലിയ വണ്ടി ഇല്ല എന്നാൽ വണ്ടി ഭ്രാന്തുണ്ട് എന്നാൽ ഓരോ ചെയ്യണം എന്നറിയണ്ട. അങ്ങനെയുള്ളൊരു വണ്ടി ഭ്രാന്തിൻ്റെ ഇതാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ തോന്നി. അപ്പോൾ പറഞ്ഞ് കത്തിയൊന്നും ഞാൻ വെക്കണില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരേക്കാളും എല്ലാവർക്കും ബായ്.